എല്ലാവർക്കും മല്ലുവട്ടപ്പണ്ണിന് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചകിരി ചോറ് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയുടെ തൊണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഇത് നമ്മളിപ്പോൾ ചെറുതായിട്ട് വീട്ടിൽ തന്നെ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നാണ്. ഇതാണ് ആക്ച്വലി ഒരു കൊക്കോ പീറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചകിരി ചോറെന്ന് പറയുന്ന അവസാനം നമ്മുടെ ഈ എല്ലാ പ്രോസസ്സും കഴിയുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ഒരു നമ്മൾ നഴ്സറി പോലത്തെ സെറ്റപ്പൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ വെച്ച് നമുക്ക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഗ്രോ ബാഗിൽ ഇടാൻ പറ്റും. അതെല്ലാം കൃഷിക്ക് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മണ്ണോ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ കൃഷി അനുയോജ്യമാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഈ കോക്കോ പീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇംഗ്ലീഷിലാണ് കോക്കോ പീറ്റ് എന്ന് പറയുന്നത്, മലയാളത്തിൽ അതിനെ ചകിരി ചോറ് എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലെങ്ങനെ ഒരു കോക്കോ പീറ്റ് ഉണ്ടാക്കാമെന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചകിരി എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് നമ്മൾ ഗ്രൈൻഡർ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിലിട്ട് അത് പൊടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള ഒരു കോക്കോ പീറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിലൊക്കെ കുതിർത്തിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒന്ന് ദ്രവിച്ച് കിട്ടും. അതാണ് കുറച്ചുകൂടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനാണ് കുറച്ചുകൂടെ ഗുണമുള്ള കോക്കോ പീറ്റ് അല്ലെങ്കിൽ ചകിരി ചോറെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര വലിയ മാർക്കറ്റാണ് ആക്ച്വലി ഈ കോക്കോ പീറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണലി ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഗാർഡനിങ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേര് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്? ഓക്കെ, ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട് വേണ്ടത് ആദ്യമേ നമുക്ക് ചകിരിയാണ് വേണ്ടത്. അപ്പോൾ ചകിരി എടുത്തതിന് ശേഷം അത് നമ്മൾ നല്ല രീതിയിൽ ഉണക്കുക, അല്ലെങ്കിൽ അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക, എന്നിട്ട് അത് നമ്മളത് വെള്ളത്തിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഒന്നേൽ പഴയ ചകിരിച്ചോറ് അല്ലെങ്കിൽ കുറച്ച് മണ്ണ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക, ചെളിയായിട്ടുള്ളത്. എന്നിട്ട് അത് ഈ ചകിരിച്ചോറ് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുകയാണ്. അതായത് ചകിരിച്ചോറല്ല, ചകിരി എടുത്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ നമ്മൾ എടുത്തേക്കുന്ന ചകിരി മൊത്തം ഇതിനകത്തോട്ട് കയറ്റി അതൊന്ന് സീൽ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം അത് ദ്രവിച്ച് ഇരിക്കും. അപ്പോൾ ഇതിനകത്തെ വെള്ളം ആക്ച്വലി നമുക്ക് കൃഷിക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസം ഇട്ട് കഴിയും, 3-4 ദിവസത്തേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വെള്ളം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ചകിരിച്ചോറ് പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ വെള്ളം മാറ്റി നമുക്ക് വേണമെങ്കിൽ കൃഷിക്കൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ചകിരി എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക, ഒരു കാർട്ടണിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അത് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആക്ച്വലി ഈ ചകിരി ചോറ് അല്ലെങ്കിൽ ഈ ചകിരി ഇപ്പോൾ ഈ കുതിർന്നിരിക്കുന്ന ചകിരി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ട് ഇത് പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം. ഓക്കെ, അത് പിന്നെ നമ്മൾ ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറുതായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയതിന് ശേഷം ഇത് നമ്മൾ ഗ്രൈൻഡറിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഗ്രൈൻഡറിൽ നിന്ന് നമ്മളത് മിക്സ് ചെയ്ത് എടുത്ത് നല്ല പൊടി രൂപത്തിലോട്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ അത് പേപ്പറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ചകിരിച്ചോറ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ മേളത്തെ ഭാഗം നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന ആ ഒരു പ്രോഡക്റ്റ് കണ്ടോ, ആ ഒരു തരി പോലെ ഇരിക്കുന്നത്. അപ്പോൾ ആ പൊടിയാണ് ആക്ച്വലി ഈ കോക്കോ പീറ്റ് എന്നോ അല്ലെങ്കിൽ ചകിരി ചോറെന്നോ പറയുന്ന സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഈ ചകിരിയോട് കൂടി നമുക്കിത് വളമായിട്ട് യൂസൊക്കെ ചെയ്യാനായിട്ട് ഇതിനകത്ത് സാധിക്കും. അപ്പം ഇതിങ്ങനെ നമുക്ക് ഇത് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് കംപ്രസ് ചെയ്ത് ഇത് ബ്ലോക്ക് ആക്കിയിട്ട് വെക്കാൻ പറ്റും. അതായത് ഇതിൽ നിന്നുള്ള വെള്ളവും ഈർപ്പവും എല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്ടികയുടെ രൂപത്തിലോട്ടൊക്കെ നമുക്ക് ചകിരിച്ചോറ് കിട്ടും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും. നമ്മളിതിൻ്റെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പം ഇത് വെള്ളം അബ്സോർബ് ചെയ്ത് ഇതിങ്ങനെ പൊങ്ങി വരും. ഓക്കെ, ഇതിപ്പോൾ 5 കിലോയുടെ ബ്ലോക്ക് ആയിരിക്കും, പക്ഷേ ഇത് 75 ലിറ്ററിൻ്റെ അത്രയും എഫിഷ്യൻസിയൊക്കെ ഇതിനകത്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചകിരിച്ചോറ് ഇങ്ങനെ നിറഞ്ഞ് വരുവാണ് അത് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് ഇത്രയും ഉണ്ടാക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം 20 രൂപ പെർ കിലോഗ്രാമിനൊക്കെ വാങ്ങിക്കാനായിട്ടും 20 മുതൽ അല്ലെങ്കിൽ 10 രൂപ വരെയൊക്കെ നമുക്ക് ഇനിഷ്യലി നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നിങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തതിന് ശേഷം ആദ്യമേ സാമ്പിൾ ചോദിക്കണം. ഇവിടെ നമുക്ക്
ഇന്ത്യ മാർട്ടിൽ നമുക്ക് ഒത്തിരി ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇപ്പം 20 രൂപ പെർ കിലോഗ്രാമിനുള്ള സാധനം നമുക്കൊന്ന് സാമ്പിൾ എന്ന രീതിയിൽ വാങ്ങിച്ചിട്ട് ഇത് നമ്മൾ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിലേക്ക് നമുക്കിത് വിൽക്കാനായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ആമസോൺ, ഇന്ത്യ മാർട്ടില്ല, ആമസോൺ പോലത്തെ വെബ്സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 5 കിലോഗ്രാമിൻ്റെ ഒരു ബ്ലോക്കിന്, അതായത് 5 കിലോഗ്രാമിൻ്റെ ബ്ലോക്കിന് നമുക്ക് ഏകദേശം 369 രൂപ അല്ലെങ്കിൽ 332 രൂപ വരെയൊക്കെ നമുക്കിത് വിൽക്കുന്ന ആൾക്കാരെ കിട്ടും. ഓക്കെ, ഇന്ത്യ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ തന്നെ ലേബലിൽ ഇത് മറിച്ച് വിറ്റാലും മതി. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കോയർ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഫേമിൻ്റെയാണ്. ഇവർ 5 കിലോഗ്രാമിൻ്റെ ഒരു ബ്ലോക്കിന് ഏകദേശം 328 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. നിങ്ങൾക്ക് മെഷീനറിയോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ അടുത്തുനിന്ന് ഇന്ത്യ മാർട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് റീബ്രാൻഡ് ചെയ്ത് ആമസോൺ പോലത്തെ സൈറ്റിൽ വിറ്റാലും മതി. അപ്പം ഇതിൻ്റെ ഒരു മാർക്കറ്റ് അനാലിസിസ്, ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മളിനി നോക്കുന്നതായിരിക്കും. നമ്മൾ കോക്കോപീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചകിരിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി നമ്മളിനി നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു മാർക്കറ്റ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഓവർവ്യൂ ആണ്. അപ്പോൾ നമ്മളിത് 2 രീതിയിലാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ഇൻ്റർനാഷണലി നമ്മൾ കസ്റ്റമേഴ്സിനെ നോക്കിയിട്ട് അവർക്കിത് സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കിത് എങ്ങനെ വിൽക്കാൻ പറ്റും എന്ന കാര്യം കൂടി നമ്മൾ നോക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്? ഓക്കെ, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്താണ് അർബൻ ഗാർഡനിങ് ട്രെൻഡ്സ് കൂടുന്നുണ്ട്. അതായത് ഫ്ലാറ്റുകളിലുള്ള ഗാർഡനിങ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസസ്, അതായത് ഒരു കുറച്ചുകൂടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി പൊല്യൂഷൻ ഒന്നും വരാത്ത രീതിയിൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് കുറച്ചിട്ടുള്ള, അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് കുറച്ചിട്ടുള്ള രീതിയിലുള്ള ഫാമിംഗ് പ്രാക്ടീസസ്, അങ്ങനെയുള്ള കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നഴ്സറീസ് വലിയൊരു സെക്ടറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗാർഡനിങ് ഇൻതൂസിയാസ്റ്റ്, ഗാർഡനിങ് ചെയ്യാൻ ആഗ്രഹമുള്ള വീട്ടിൽ തന്നെ ചെയ്യുന്നവർ, പിന്നെ ഫാമേഴ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള 3 കാറ്റഗറീസ് ഓഫ് ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റും. എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺട്രീസ് ലൈക്ക് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പം വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് ഉള്ളൊരു കൃഷി രീതിയാണ്. അതിനകത്ത് ഈ വെള്ളത്തിലൂടെയാണ് ഈ ന്യൂട്രിയൻസും കാര്യങ്ങളും ഇവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം മണ്ണ് ഇല്ല. അപ്പോൾ ഹൈ ഡിമാൻഡ് ഇൻ കൺട്രീസ് പ്രാക്ടീസിങ് ഹൈഡ്രോപോണിക്സ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. പിന്നെ അതിപ്പം എന്താണ്? യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, മിഡിൽ ഈസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ USA. അപ്പം വെസ്റ്റേൺ കൺട്രീസും മിഡിൽ ഈസ്റ്റും ഒക്കെ ഇതിന് നല്ലൊരു മാർക്കറ്റാണ്. ഓക്കെ, ബിസിനസ് മോഡൽ എന്താണ്? നമുക്കറിയാം കൊക്കോ പീറ്റിൻ്റെ ബ്ലോക്ക് അത് 5 കിലോ ആണ്. നമ്മൾ ആമസോണിൽ സെല്ല് ചെയ്യുന്നത് കണ്ടു. 5 കിലോഗ്രാം ബ്ലോക്കായിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പം മോസ്റ്റ് ഡിമാൻഡഡ് പ്രോഡക്റ്റ് ആണ് ഗാർഡനിങ്ങും ഹോർട്ടിക്കൾച്ചറിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം കോക്കോപീറ്റ് എന്ന് പറയുന്നത് ഗ്രോ ബാഗ്സ് ഉണ്ട്. ഓക്കെ, അത് നമുക്കറിയാം ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഫാമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഗ്രോ ബാഗിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗ് കിട്ടുമല്ലോ, അതിനകത്ത് തന്നെ കോക്കോപീറ്റ് ഫില്ല് ചെയ്തിട്ട് നമുക്കിത് വിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ റവന്യൂ സ്ട്രീം നമുക്കിതിൽ എങ്ങനെയൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കാം? ഒന്ന് ഡൊമസ്റ്റിക് സെയിൽസ് ആണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇത് വിറ്റ് നമുക്ക് കാശ് ഉണ്ടാക്കാം. ഡയറക്റ്റ് സെയിൽസ്, അതായത് നഴ്സറീസിൽ നമ്മൾ ചെന്ന് അവരായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഒരു മാസം ഇത്ര കിലോഗ്രാം ഓഫ് കോക്കോപീറ്റ് തരാം എന്ന് നമുക്ക് അവരുമായിട്ട് ടൈ അപ്പ് ചെയ്യാം. ഹോൾസെയിലേഴ്സിനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റും. പിന്നെ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആമസോൺ പോലത്തെ പ്ലാറ്റ്ഫോമിലും നമുക്കിത് സെല് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പോർട്ടിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോഴേക്കും ബൾക്കായിട്ടുള്ള ബയേഴ്സിനെ നമുക്ക് കിട്ടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഏരിയാസ് ഉണ്ട്. ഇന്ത്യ മാർട്ടിൽ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ നമുക്ക് ഹോൾസെയിലേഴ്സിന് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് അവിടെ ഒരു ഹോൾസെയിലറായിട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റും. അലിബാബ പോലത്തെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചൈനീസ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ്. പിന്നെ ഓപ്പറേഷൻസ് എന്താണ്? ഓക്കെ, നമുക്ക് റോ മെറ്റീരിയൽ വേണം. അത് കോക്കനട്ട് ഹസ്ക്, അതായത് നമുക്ക് കേരളത്തിലെ ലോക്കൽ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കരിക്ക് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കരിക്ക് വിൽക്കുന്നിടത്തു നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോഗ്രാമിന് നമുക്ക് 1.5 മുതൽ 2 രൂപ വരെയൊക്കെ നമുക്ക് റോ പച്ച തൊണ്ടിൽ കൊടുക്കാം. കോക്കനട്ട് ഹസ്ക് എന്ന് പറയുന്നത് തൊണ്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് സെറ്റപ്പാണ്. സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 മുതൽ 700 സ്ക്വയർ ഫീറ്റ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇന്ത്യ മാർട്ടിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് ലേബൽ മാറ്റി വിൽക്കാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെ വേണേൽ ചെയ്യാം. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ഒരു റഫ് ഐഡിയ ആണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ മെഷീനറി എന്ന് പറയുമ്പോൾ ഹാൻഡ് ഓപ്പറേറ്റഡ് കോക്കോപീറ്റ് കോമ്പാക്ടറാണ്. അത് ആ ഒരു മെഷീനറി നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചകിരി ഉടച്ചെടുക്കാനായിട്ടൊക്കെ ഈ മെഷീൻ വെച്ച് പറ്റും. പിന്നെ സീവിങ് മെഷീൻ എക്യുപ്മെൻ്റ് ഉണ്ട്. അത് 20,000 രൂപ ഏകദേശം വരും. പിന്നെ വേറെ എന്തെങ്കിലും ടൂൾസൊക്കെ വേണം, അതും ഒരു 20,000 രൂപ വെച്ച് ടോട്ടൽ മെഷീനറി കോസ്റ്റ് നമ്മൾ ഏകദേശം ഒരു
1.5 ലക്ഷം രൂപ നമ്മൾ അപ്രോക്സിമേറ്റ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഹസ്ക് അല്ലെങ്കിൽ തൊണ്ട് കളക്ട് ചെയ്യുക, ഡ്രൈ ചെയ്യുക, പിന്നെ അതിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുക. ഓക്കെ, പിന്നെ അതിൽ നിന്ന് ചകിരി മാറ്റിയിട്ട് അതിൻ്റെ ചകിരി ചോറ് മാത്രമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ കംപ്രസിങ് കോക്കോപീറ്റ് ഇൻറ്റു ബ്ലോക്സ് ഓർ പാക്കിംഗ് ഇൻറ്റു ഗ്രോ ബാഗ്സ്. ഓക്കെ, പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കേസിൽ ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് ആണെങ്കിൽ നമുക്കറിയാം കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ലോക്കൽ മാർക്കറ്റുകൾ, കൊമേഴ്സ് വെബ്സൈറ്റുകളൊക്കെ നമുക്കിതിന് യൂസ് ചെയ്യാം. പിന്നെ സോഷ്യൽ മീഡിയ, നമുക്കിപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടാം. അല്ലെങ്കിൽ ഈ ഒരു കൊക്കോപീറ്റ് കൊണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴുള്ള മെച്ചം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ്, അവരെ കൊണ്ടുള്ള വീഡിയോസ്, അങ്ങനെയുള്ള രീതിയിൽ നമുക്കിത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടി, അങ്ങനെ നമുക്ക് സെയിൽസ് വരും. ഓക്കെ, പാർട്ണർഷിപ്പ്, കൊളാബറേറ്റ് വിത്ത് ലോക്കൽ നഴ്സറീസ് ആൻഡ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്. പിന്നെ എക്സ്പോർട്ട് മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ അഗ്രികൾച്ചറൽ ആൻഡ് പ്രൊസീഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, എക്സ്പോർട്ട് ലൈസൻസ് എടുക്കണം. പിന്നെ അലിബാബ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ടിലൊക്കെ ബൾക്കായിട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഇന്ത്യൻ ബിസിനസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് വാങ്ങിക്കുന്ന ബയേഴ്സിനെ കിട്ടും. ഓഫർ ഫ്രീ സാമ്പിൾസ് ടു ഇന്റർനാഷണൽ ബയേഴ്സ് ടു ബിൽഡ് ട്രസ്റ്റ്. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ മെഷീനറി, ടൂൾസും കാര്യങ്ങളും ഏകദേശം 1.5 ലക്ഷം രൂപ നമ്മൾ ഓൾറെഡി പറഞ്ഞു. റോ മെറ്റീരിയൽ ഫസ്റ്റ് മന്ത് വരുമ്പോൾ ഏകദേശം 50,000 രൂപയും, പാക്കേജിംഗ് മെറ്റീരിയലിന് ഏകദേശം 20,000 രൂപയും, മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ്ങിന് നമ്മളൊരു 30,000 രൂപ മാറ്റി വെക്കുന്നു. അതല്ലാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവുകൾ, ഇപ്പം ഇലക്ട്രിസിറ്റി ബില്ലോ, വാട്ടറിൻ്റെ ബില്ലോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 50,000 രൂപ അങ്ങനെ മാറ്റി വെച്ചു. ടോട്ടൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരു 3 ലക്ഷം രൂപ ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു ഇനീഷ്യൽ മന്തിൽ, അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മന്തിൽ ഫസ്റ്റ് മന്തിലേയും കൂടി നമുക്കൊരു 3 ലക്ഷം രൂപ മാറ്റി വെക്കണം. ഒരു മന്ത്ലി എക്സ്പെൻസ് എന്ന രീതിയിൽ, ഒരു മാസം നമുക്ക് വരുന്ന ചിലവെന്ന രീതിയിൽ റോ മെറ്റീരിയൽ നമ്മൾ ഒരു 50,000 രൂപ പറഞ്ഞു. ഇപ്പോൾ ഒരു ലേബർ, ഒരാളെ നമ്മൾ വെച്ച് പണിയിപ്പിക്കുന്നുണ്ട്, അവർക്കുണ്ടെങ്കിൽ ഒരു 30,000 രൂപ പറഞ്ഞു. അപ്പോൾ അത് 3 പേരാണെങ്കിലാണ് ഈ 30,000 രൂപ വരുന്നത്. നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ ആ ലേബർ കോസ്റ്റ് നമുക്ക് ലാഭിക്കാം. പിന്നെ യൂട്ടിലിറ്റീസ്, സാധനങ്ങളുടെ ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഈ 10,000 രൂപ മാറ്റി വെച്ചു. ലോജിസ്റ്റിക്സ് ആൻഡ് മാർക്കറ്റിങ്ങിന് 20,000 രൂപ മാറ്റി വെച്ചു. മെയിൻ്റെനൻസിന് 10,000 രൂപ മാറ്റി വെച്ചു. അപ്പോൾ ടോട്ടൽ മന്ത്ലി ഒരു മാസത്തിൽ നമുക്ക് 1,20,000 രൂപ കോസ്റ്റായിട്ട് വരും, ഈ സാധനങ്ങളെല്ലാം വരുവാണെങ്കിൽ. ഓക്കെ, നമുക്കറിയാം ഒരു റവന്യൂ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴേക്കും, ഓക്കെ, അപ്പം ഡൊമസ്റ്റിക്കിലാണ്, അതായത് ഇന്ത്യയിലാണ് നമ്മളൊരു 60% നമ്മൾ വിൽക്കുന്നത്, മാർക്കറ്റ് എക്സ്പോർട്ട് ഒരു 40%. അപ്പോൾ നമ്മളൊരു 6 ടൺ ഒരു മാസം വിൽക്കുവാണ്. അതായത് ഒരു കിലോഗ്രാമിന് നമ്മൾ 15 രൂപയ്ക്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം 90,000 ഓക്കെ റുപ്പീസ് നമുക്ക് കിട്ടും. അപ്പം എക്സ്പോർട്ട് മാർക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു കിലോഗ്രാമിന് നമ്മൾ 30 രൂപയാണ് വെക്കുന്നത്. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 300 രൂപയും അങ്ങനെ അത്രയും റേറ്റ് വരെ 300 രൂപ വരെ ഒരു കിലോഗ്രാമിന് വിൽക്കുന്ന ആൾക്കാരുണ്ട് വെളിയിൽ. അപ്പോൾ നമ്മളൊരു ഭയങ്കര റേറ്റ് കുറച്ചാണ് ഇത് ആക്ച്വലി വെച്ചേക്കുന്നത്. അപ്പോൾ 1,20,000 രൂപ അങ്ങനെയും വെക്കാം. അപ്പോൾ റവന്യൂ ഏകദേശം 2,10,000 രൂപ നമുക്ക് റവന്യൂ ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ മന്ത്ലി റവന്യൂ എന്ന് പറയുമ്പം 2,10,000 ആണ്. മന്ത്ലി എക്സ്പെൻസ് നമുക്ക് 1,20,000 രൂപ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഒരു മാസം നമുക്ക് ഏകദേശം 90,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഇനിഷ്യൽ ഫേസിൽ കിട്ടും. ഇതൊക്കെ കുറച്ചുകൂടെയൊക്കെ എക്സാജറേറ്റഡ് ആണ്. നമ്മൾ ഇനിഷ്യലി ഇത്രയും പെട്ടെന്നൊന്നും നമ്മളിങ്ങനെ സെറ്റ് ആകത്തില്ല, പക്ഷേ ലോസുകൾ വരും. പക്ഷെ അത് നമ്മൾ കോപ്പപ്പ് ചെയ്ത് ഇത് ബിൽഡ് ചെയ്ത് ആൾക്കാർ കുറേ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുക എന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, നമ്മൾ ഇതിനി ഒരു 15 ലക്ഷം രൂപ പെർ മന്ത് എന്ന രീതിയിൽ നമ്മൾ ഇതിനെ സ്കെയിൽ ചെയ്യുവാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ഇനിഷ്യലി നമ്മളൊരു ചെറിയ രീതി വീട്ടിൽ തുടങ്ങുന്ന കാര്യമാണ്. അപ്പം പ്രൊഡക്ഷൻ കൂട്ടുക, ഗ്രാജുവലി ഇൻവെസ്റ്റ് ഇൻ സെമി ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ നേരത്തെ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കലി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലോക്ക് മേക്കിംഗ് മെഷീനാണ് യൂസ് ചെയ്തത്, അത് നമ്മൾ വാങ്ങിക്കുക. അപ്പം എന്ത് പറ്റി, ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കുറേ എക്സ്പോർട്ടിൻ്റെ ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്തു, നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റേജിലാണ് ഇത് സ്കെയിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് മാർക്കറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എസ്റ്റാബ്ലിഷ് കണക്ഷൻസ് ഇൻ ഹൈ ഡിമാൻഡ് റീജിയൻസ് ലൈക്ക് UAE, യൂറോപ്പ് ആൻഡ് USA. പാർട്ട്ണർ വിത്ത് ഫ്രൈറ്റ്, നമുക്ക് ഈ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബൾക്കായിട്ട് ഷിപ്പ് ചെയ്യുന്ന കമ്പനീസുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കുക. പിന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതായത് കൊക്കോ ഫൈബർ മാറ്റുകൾ അല്ലെങ്കിൽ കൊയറിൻ്റെ റോപ്പുകൾ, അങ്ങനെയുള്ള പ്രോഡക്ട്സും കൂടി
നമുക്കിതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 3 lakh എന്ന് പറഞ്ഞു, മന്ത്ലി പ്രോഫിറ്റ് 90,000 എന്ന് പറഞ്ഞു, ബ്രേക്ക് ഈവൻ പോയിന്റ് ഏകദേശം 4 മുതൽ 5 മാസം വരെയാണ്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇത് പയ്യെ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഒരു 15 ലക്ഷം രൂപ റവന്യൂ മോഡലിലോട്ടൊക്കെ എത്തിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ കോക്കോപീറ്റ് ബിസിനസ്സിൻ്റെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബ്ലോഗ് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അതും കൂടി ഒന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി ഇതിനേക്കാളും കുറച്ചുകൂടി സിംപ്ലിഫൈഡ് രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം, അതും കൂടി കാണാനായിട്ട് നോക്കുക. അപ്പം ഈ പ്രാവശ്യത്തെ ബിസിനസ് ഐഡിയ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.